പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തൻ ആയിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തൻ ആയിരുന്നു എന്നാണ്. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, യേശുക്രിസ്തുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു എന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. വിശ്വസ്തൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം വിശ്വസ്തൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മോശയിലൂടെ നാം ആ ഭാഗം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നു മോശ. പ്രൈസ് ദി ലോർഡ്. അത് സംഖ്യാപുസ്തകം 12:3 നമുക്ക് വായിക്കുന്നുണ്ട്. മോശ എന്ന പുരുഷനും ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവ് നല്ല സാക്ഷ്യമാണ് മോശയെ കുറിച്ച് പറയുന്നത്. ഈ സാക്ഷ്യം നമുക്ക് ഒരു ദൂതും കൂടാണ്. മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നത് പോലെ തന്നെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സകല മനുഷ്യരിലും സകല മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിസൗമ്യനായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ മോശ വിശ്വസ്തനാണ്. അപ്പൊ മോശയുടെ ഗുണങ്ങൾ എന്താണ്? ഒന്ന്, വിശ്വസ്തൻ, സകല മനുഷ്യരിൽ അതിസൗമ്യ സ്വഭാവമുള്ളവൻ, ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചവൻ. ഹല്ലേലൂയ. അങ്ങനെ വിവിധ നിലകളിൽ സാക്ഷ്യം പ്രാപിച്ചവനാണ് മോശ എന്ന് പറയുന്ന മനുഷ്യൻ. വിശ്വസ്തൻ, അതിസൗമ്യൻ, ദൈവത്തോട് അഭിമുഖമായി സംഭാഷിച്ചവൻ. അപ്പം ദൈവപുരുഷനായ മോശയെ നാം ഇന്ന് പകൽ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, മോശയുടെ ആയുഷ്കാലം 120 സംവത്സരങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 40 സംവത്സരം ഫറവോന്റെ പുത്രിയുടെ മകനായി അരമനയിൽ എന്ന് പറഞ്ഞാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത 40 സംവത്സരം എന്ന് പറയുന്നത് മിദ്യാന്യരുടെ ദേശത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 40 സംവത്സരം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കാനാൻ ദേശം വരെ കൊണ്ടുവരുവാൻ ദൈവം മോശയെ ഇസ്രായേലിന്റെ നായകനായി തിരഞ്ഞെടുത്തു. അപ്പൊ മോശയുടെ ജീവിതത്തിന്റെ 3 കാലഘട്ടങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ തന്നെയാണ് നാം വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ ചില സാഹചര്യത്തിലൂടെ കടത്തിവിടും. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കണമെന്നില്ല. നാം മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് മോശയെ പോലെ ദൈവസനിൽ വിശ്വസ്തനായി സൗമ്യനായി ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുന്നവനായി തീരുവാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. അപ്പൊ മോശയുടെ ഈ 3 കാലഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ 40 വർഷം എന്ന് പറഞ്ഞ ഫറവോന്റെ അരമനയിൽ സുഖലോലുപ രാജകീയ ജീവിതം നയിച്ച് എല്ലാവരും ജീവിച്ചവനാണ്. അന്ന് വലിയ അല്ലലുകളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലായിരുന്നു. എല്ലാം നല്ല സന്തോഷം, എല്ലാം നല്ല സമയങ്ങളിലെല്ലാം ലഭ്യമാകുമായിരുന്നു. എന്നാൽ ഒരിക്കൽ സ്തോത്രം, ഒരു മിസ്രൈമിനും ഒരു എബ്രാഹിനും കൂടെ അടികൂടുന്നത് കണ്ട് അതിനകത്ത് ഇടപെട്ടു. പിറ്റോസ് 2 എബ്രാഹിന്മാർ തമ്മിൽ അടികൂടുന്നത് ഇടപെട്ട് അത് മോശയ്ക്ക് വലിയ പ്രതിസന്ധിയായി മാറി. അങ്ങനെ മിസ്രൈം വിട്ടു പോരേണ്ടി വന്നു. ഫറവോന്റെ കൊട്ടാരം വിട്ടു പോരേണ്ടി വന്നു. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ 40 വയസ്സ് തികഞ്ഞപ്പോൾ മോശ മിസ്രൈമിയെ കൊട്ടാരം വിട്ടു, ഫറവോന്റെ കൊട്ടാരം വിട്ടു. തുടർന്ന് 40 വർഷം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം മിദ്യാന്യരുടെ ആടുകളെ മേയ്ക്കുക. അങ്ങനെ 80 വയസ്സായപ്പോഴാണ് ദൈവാത്മാവ് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ഉപയായി ദൈവം മോശയോട് സംഭാഷിക്കുന്നത്, ഇടപെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മോശയുടെ ജീവിതം പുതിയ തുടക്കമായിരുന്നു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില കാലഘട്ടങ്ങളെ തന്ന്
അതിൽ നിന്നെ വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് ദൈവം ശോധന ചെയ്യും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസ്തത കാത്തു പരിപാലിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തതയില്ല. അപ്പൻ മക്കളെ, അപ്പനമ്മമാർ മക്കളോടും മക്കൾ അപ്പനമ്മമാരോട്, എന്തിനേറെ ഒരു കാര്യവും വിശ്വസ്തത ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ സംവിധാനം എന്ന് പറയുന്നത്. ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാട്ടെ, ആർക്കും വിശ്വസ്തതയില്ല. കുടുംബത്തിലായാലും സമൂഹത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും ആമീൻ ഭരണ സംവിധാനങ്ങളിലായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മക്കളും ആമയും അപ്പനും അമ്മയും തമ്മിലും ഒരു വിശ്വസ്തതയില്ലാതെ പരസ്പരം വഞ്ചിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ തേനും പാലും പോലെ ചക്ര പകർമത്ത് ഒട്ടിയിരിക്കുന്നതൊക്കെ എത്രമാത്രം അവിശ്വസ്തത കാണിച്ച് ജീവിക്കുന്നവരാണെന്ന് അറിയോ? ഞാനതിനെക്കുറിച്ച് അങ്ങോട്ട് കടക്കുന്നില്ല. കടന്നാൽ ഹല്ലേലൂയ ചിലർക്കൊക്കെ നൊമ്പരം ഉണ്ടാകും. ഇത് പൊതുഭീതിയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചോദന ചെയ്താൽ നിങ്ങൾ എവിടെയൊക്കെ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്? കുടുംബജീവിതത്തിൽ, ഭാര്യഭർത്തൃ ജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? കൊടുക്കുവാങ്ങലിൽ, സമ്പത്തുകളില്, നിങ്ങളെ മറ്റുള്ളവർ ഏൽപ്പിച്ച കാര്യാദികളിൽ നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവിക കോടതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അവിശ്വസ്തത വെച്ചു പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് ജീവിതം നയിക്കുന്നവർക്കൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. അവിശ്വസ്തത വെച്ച് പുലർത്തിക്കൊണ്ട് സത്യസന്ധതയുടെ മുഖം മൂടിയായിട്ട് നടക്കുന്നവരുണ്ട് ഒരുപാട്. ജീവിതം മുഴുവൻ അവിശ്വസ്തത, ജീവിതത്തിൽ മുഴുവൻ കളവ. പുറമെ അവർ സത്യസന്ധതയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ നടക്കുന്ന അനവധി ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ ദൈവത്തിന്റെ ന്യായവിധി വരും എന്നുള്ളതാണ്. ഇവിടെ നാം ദൈവത്തിനുമായി മോശ തന്നെ ഏൽപ്പിച്ച സകലത്തിലും വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം പറയും, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായ ദാസനായിരിക്കുമ്പോൾ ക്രിസ്തു അധികാരിയായ പുത്രനാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ മോശ ദാസനാകുമ്പോൾ നമ്മുടെ കർത്താവ് അധികാരിയായ പുത്രനാണ്. യഹൂദന്മാർ മോശയെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അതിനാൽ യേശുവിനെ മോശയേക്കാൾ ഉന്നതനാണെന്ന് തെളിയിക്കുന്നത് വളരെ കരുതലോടെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ മോശയേക്കാൾ ഉന്നതനാണ് യേശു എന്ന് ഇവിടെ തെളിയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ സ്തോത്രം. ദൈവ കുടുംബമായി ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ് ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ മോശയെ കുറിച്ച് പറയുന്നത്. ദൈവകുടുംബം എന്ന് പറയുന്നത് ദൈവകുടുംബമായി ഇസ്രായേലിനെ ഉദ്ദേശിച്ച മോശ ദൈവകുടുംബത്തിലെ ഒരംഗം എന്ന അല്ലാതെ, അപ്പൊ ഇസ്രായേലിന്റെ ഒരു അംഗം മാത്രമാണ്, ദൈവകുടുംബത്തിന്റെ ഒരു അംഗം മാത്രമാണ് മോശ. ഹല്ലേലൂയ. എന്നാൽ അതേസമയം നമ്മുടെ കർത്താവ് ദൈവഭവനത്തെ നിയമിച്ചവനാണ്. സൃഷ്ടാവെന്ന നിലയിൽ ക്രിസ്തു മോശയേക്കാൾ ഉന്നതനാണ്. ദൈവഭവനത്തിൽ ഉത്തരവാദിത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നവനാണ് യേശു. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്ന ആ ഭാഗം പിന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ മോശ വിശ്വസ്തനായിരുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭ, ദൈവമക്കൾ, നിങ്ങൾ ഓരോരുത്തരും വിശ്വസ്തനായിരിക്കണം. പരസ്പര വിശ്വാസമാണ് ജീവിതത്തിന്റെ അല്ലെങ്കിൽ മുന്നേറ്റം എന്ന് പറയുന്നത്. സ്തോത്രം. ഒരു ബിസിനസ് ആയിരുന്നാലും ഒരു കൃഷി ആയിരുന്നാലും കൂട്ടുപങ്ക് കച്ചവടം എന്ത് ആയിരുന്നാലും അല്ലെങ്കിൽ അതിനകത്ത് വിശ്വസ്തതയാണ് അത് ഉയർച്ചയിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വസ്തതയാണ് കുടുംബജീവിതം ഐക്യതയിൽ പണിതുയർത്തുവാൻ കഴിയുന്നത്. എവിടെയെല്ലാം അവിശ്വസ്തത വന്നിട്ടുണ്ടോ അവിടെയെല്ലാം തകർച്ചകൾ വീണിട്ടുണ്ട്. വളരെ വിശ്വസ്തയോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പല കുടുംബങ്ങൾക്കകത്തും പിശാച് കടന്നുകൂടിയിട്ട് അവരിൽ പരസ്പര തെറ്റിദ്ധാരണകളും അവിശ്വസ്തതയും കൊണ്ടുവന്ന് എത്രയോ കുടുംബങ്ങളെയാണ് തകർത്ത് കളഞ്ഞത്. എത്രയോ കുടുംബങ്ങളാണ് അവിശ്വസ്തതയിൽ ജീവിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്കുന്ന നിങ്ങൾ ജീവിതത്തിനകത്ത് വിശ്വസ്തനായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തത നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക. അപ്പൊ മോശയെ പോലെ നിങ്ങൾക്ക് വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ
ദാവീദ് രാജാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലേ? 12ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വായിക്കാൻ കഴിയും. 12ാം സങ്കീർത്തനം കപടം സംസാരിക്കുന്ന നാവെന്ന അധ്യായത്തെ കുറിച്ച് പറയുന്നത്. കപടം സംസാരിക്കുന്ന നാവ്. അപ്പോൾ സങ്കീർത്തനം 12 വായിക്കുന്നത്, യഹോവേ രക്ഷിക്കണമേ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരൊരു നിലവിളിയാണ്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ അല്ലേലൂയ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അല്ലേലൂയ. ഈ വചനം എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അല്ലേലൂയ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് നിലവിളിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നിലവിളിക്കണം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ദൈവിക ന്യായവിധി അവിടെയും ഇവിടെയും എല്ലാം വെളിപ്പെടുക. ജനം കഷ്ടതയിലും പരിഭ്രാന്തിയിലുമാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ്, കണ്ണുനീരാണ്. ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ജീവിതം എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായി, കുടുംബം ഛിന്നഭിന്നമായി താറുമാറായി. ഞങ്ങളുടെ കുടുംബത്തിനകത്തെ സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് യഹോവേ രക്ഷിക്കണമേ, നഷ്ടപ്പെട്ടു പോയി വിശ്വസ്തയെ മടക്കിത്തന്ന് മോശയെപ്പോലെ അതിസൗമ്യനായി സംസാരിച്ചുകൊണ്ട് ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുന്നവരായി തീരണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യാം. അപ്പം വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ സകലവും നശിച്ചെന്നുള്ളതാണ്. അത് എവിടെയും ഏത് സാഹചര്യത്തിലും ഏത് മേഖലയിലും പരസ്പരമുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മേഖലകളെല്ലാം തകർന്ന തരിപ്പണമാകും. എല്ലാവരും ഈ 12ാം സങ്കീർത്തനമൊക്കെ ചില മരണ വീട്ടിലൊക്കെ ഇത് വായിക്കും. ഭക്തന്മാരുടെ ശവസംസ്കാര വേളയിൽ ചിലർ ഈ വാക്യം ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ഭക്തന്മാർ നശിക്കുന്നത് കണ്ട് സങ്കീർത്തനക്കാരൻ ദുഃഖിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ലേലിയ. 1 ശമൂവേലിന്റെ പുസ്തകം അല്ലേലിയ 22-ാം അധ്യായം 18 അല്ലൊരു 85 പുരോഹിതന്മാർ കൊല്ലപ്പെട്ട സന്ദർഭം ഓർത്തായിരിക്കാം ദാവീദ് ഇവിടെ ഈ സങ്കീർത്തനം രചിച്ചത്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നുള്ള നിലവിളി ഉയരുന്നത്. പ്രൈസലോ. ഇവിടെ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ വിശ്വസ്തനാണോ അതോ അവിശ്വസ്തനാണോ? പ്രൈസലോ. ഈ ഭൂമി നിങ്ങൾക്ക് ലഭിച്ച ജീവിതം താൽക്കാലികമാണ്, അല്പകാലം മാത്രമാണ്. ആ ജീവിതത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളുണ്ട്. സ്തോത്രം. ആ സമയങ്ങൾ നിങ്ങൾ വിശ്വസ്തനായി ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സൗമ്യതയുള്ളവനായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മോശയെപ്പോലെ ക്രിസ്തുവിനോട് അഭിമുഖമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമുക്ക് ചേർക്കപ്പെടാൻ കഴിയുള്ളൂ. അല്ലേലൂയ. ഇനി അതിനു മുമ്പ് നിങ്ങൾ മരിച്ചുപോയി എന്ന് വെക്കുക. അതിനു മുമ്പ് നിങ്ങൾ മരിച്ചുപോയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ നിങ്ങളുടെ അവിശ്വസ്തതയെല്ലാം നീക്കിക്കളഞ്ഞ് നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ഭൂമി നിങ്ങൾ ആരോടെല്ലാം അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ അവരുടെ ഇരിക്കലും നിങ്ങൾ നിരപ്പ് പ്രാപിച്ച് നിങ്ങൾ ദൈവസനി ശുദ്ധീകരിക്കപ്പെടണം, നീതീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അവിശ്വസ്തത ജീവിതത്തിൽ വന്നാൽ ദൈവസന്നിധി നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ഈ ജീവിതത്തിൽ വരുന്ന പാളിച്ചകളും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വസ്തത നഷ്ടപ്പെട്ട് നിങ്ങൾ അവിശ്വസ്തതയുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവിക പ്രസാദം നിങ്ങളിലേക്ക് വരുവാനും കഴിയുകയില്ല. നിങ്ങൾ പരാജിതനായ മനുഷ്യനാണ്. അവിടെ നിങ്ങൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടണം. നീതീകരിക്കപ്പെട്ട് നിങ്ങൾ ദൈവത്തോട് സമാധാനമുള്ളവരായിത്തീരുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മോശ എല്ലാ നിലയിലും വിശ്വസ്തനായിരുന്നു.
ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങൾക്കകത്തും വളരെ ഉത്തരവാദിത്വത്തോടെ അത് ഏറ്റെടുക്കുകയും സൗമ്യതയുടെ അനുഭവത്തിൽ താൻ നിൽക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഇപ്പം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 12-ാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തെ വായിക്കുന്നത്, പുറപ്പാട് പുസ്തകം സംഖ്യാപുസ്തകം 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യനേക്കാളും സൗമ്യനായിരുന്ന സംഖ്യാപുസ്തകം 12:13. എന്നാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹോരേബ് വരെ കൊണ്ടുചെന്നു. ഹല്ലേലൂയ. അവിടെ വെച്ച് യഹോവയായി ദൈവം അവന് പ്രത്യക്ഷമാകുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ അഗ്നിജാലിയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. ഹല്ലേലൂയ. കണ്ടോ, ദൈവവുമായിട്ട് അഭിമുഖമായി സംസാരിച്ചവൻ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ഭൂമിയിൽ നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിലും, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളും പേരുകളും പ്രശംസകളും പുകഴ്ചകളും ഒന്നും കിട്ടിയില്ലെങ്കിലും, മനുഷ്യരാലുള്ള കയ്യടി, മനുഷ്യരാലുള്ള പുകഴ്ചകളും പ്രശംസകളും നിങ്ങൾക്കൊന്നും ലഭ്യമല്ലെങ്കിലും, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവായിട്ട് അഭിമുഖമായി സംസാരിക്കുന്നവൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ആമീൻ ദൈവമായിട്ട് ആമീൻ സ്തോത്രം കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു വിശ്വസ്തനായിരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സത്യസന്ധതയെ നമ്മൾ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു പ്രതാപത്തിന് വേണ്ടിയിട്ടും നമ്മുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ അവിശ്വസ്തത കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് പിശാച് നിങ്ങളെ ആ അനുഭവത്തിലൂടെ തന്നെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസ്തനായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ആമീൻ പുതിയ നിയമസഭയുടെ എല്ലാ വിശ്വാസികളും, പുതിയ നിയമ ഇസ്രായേൽ, അവരെല്ലാം ദൈവഭവനത്തിൽ വിശ്വസ്തനായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും വിശ്വസ്തനായിരുന്നു. യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ. സ്രാജനത്തിൽ യേശു വിശ്വസ്തനായിരുന്നു. ദൈവഭവനത്തിൽ യേശു വിശ്വസ്തനായിരുന്നു. ദൈവഭവനത്തിൽ മോശ ഒരു ദാസൻ മാത്രമാണെങ്കിൽ ദൈവഭവനത്തിൽ യേശു നാഥനാണ്, സൃഷ്ടാവാണ്. അപ്പൊ യേശു തന്നെ നിയമിച്ചാക്കിയ എല്ലാ സ്ഥാനങ്ങളിലും വിശ്വസ്തനായിരുന്നത് പോലെ നിങ്ങളും വിശ്വസ്തനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് ശോധന ചെയ്യണം, രക്തം ചെയ്യണം. നമ്മൾ ഈ കർത്തൃമേശയൊക്കെ എടുക്കാൻ നേരത്ത് ദൈവവചനം വായിക്കാറുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെവിയെന്ന് നാം പറയുമ്പോൾ, അത് ദൈവദാസന്മാർ പറഞ്ഞ് ഹല്ലേലൂയ ഈ അപ്പത്തെ നിങ്ങളുടെ അരികിൽ കൊണ്ടുവരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അതെടുത്ത് നിങ്ങൾ ഭക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും അവിശ്വസ്തത വന്നിട്ടുണ്ടോ? ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ, അപ്പനും അമ്മയും മക്കളുമായുള്ള ജീവിതത്തിൽ, നിങ്ങൾ കൂട്ടു ബിസിനസ്സിൽ, ജോലിയിൽ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളായിരിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ, കൊടുക്കവാങ്ങൽ, സമ്പത്തുകളിൽ എവിടെയെങ്കിലും അവിശ്വസ്തത വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെ ശോധന ചെയ്തിട്ടുണ്ടോ നിങ്ങളെ അപ്പത്തിൽ നിന്ന് ഭക്ഷിപ്പാൻ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ അത് ന്യായവിധിയായി മാറും.
എന്നിട്ട് പിന്നെ അവളെ തന്നെ അത്താഴം കഴിഞ്ഞിട്ട് അവൻ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവിൻ. രണ്ടാമത് പിന്നെ വരുന്ന പാനപാത്രമാണ് വീഞ്ഞ. ആ വീഞ്ഞ് കുടിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം, ഞാൻ വിശ്വസ്തനാണോ? എന്നിൽ എവിടെയെങ്കിലും കളവ് പറ്റിയിട്ടുണ്ടോ? എന്നിൽ എവിടെയെങ്കിലും പാപം പ്രവേശിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വലിയ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുന്ന മുഖാന്തരം ഞാൻ എവിടെയെങ്കിലും ബലഹീനോ രോഗിയോ മരണം വരെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഏറ്റുപറയണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവളുടെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്ന. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്നെയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിവേചിക്കാഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത് മുഖാന്തരം ചിലരും പലരും, ചിലർക്ക് ബലഹീനരാകുന്നു, ആമേൽ രോഗികളാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. പിന്നെ പറയും, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്നതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നിങ്ങൾ ഈ കർത്തൃമേശയ്ക്ക് എടുക്കാനായിട്ട് ചെല്ലുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. പാസ്റ്റർമാര് വായിക്കുന്ന, അല്ലെങ്കിൽ സഭയിൽ കർത്തൃമേശ സമയത്ത് കർത്തൃദാസൻ നിയമിച്ചാക്കി ഏതെങ്കിലും വ്യക്തി ആ ഭാഗം വായിച്ചു തരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കാൻ, നിങ്ങൾ ആ ഭാഗം കാണാതെ പഠിച്ചു വെക്കണം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് കർത്തൃമേശ എടുക്കുമ്പോൾ ആ ശുശ്രൂഷയുടെ ആ വചനങ്ങൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിലൂടെ, ഹൃദയത്തിലൂടെ കയറി ഇറങ്ങി നിങ്ങളുടെ ശരീര ജീവിത മാസകലം, നിങ്ങളുടെ മനസ്സ്, ഹൃദയം മുഴുവൻ ആ വചനം കൊണ്ട് അവിടെ ശുദ്ധീകരണം നടക്കണം. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ, ക്രിസ്തുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നത് പോലെ നിങ്ങൾ സകലത്തിലും വിശ്വസ്തനായിരുന്നോ എന്നുള്ള ഒരു ശോധന ചെയ്തില്ല അവിടെ. അല്ലാതെ മുമ്പിൽ കൂടെ അപ്പവും വീഞ്ഞും വരുമ്പോൾ അത് എടുത്ത് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ ബലഹീന രോഗികളും മരണം വരെ വരികരുത് കേട്ടോ. ആ എടുത്തില്ലെങ്കിൽ പാസ്റ്റർ എന്ന് ചിന്തിക്കും, എടുത്തില്ലെങ്കിൽ അടുത്തിരിക്കുന്ന വിശ്വാസി എന്ന് ചിന്തിക്കും. ഇറങ്ങി വരുമ്പോ എന്താ കർത്തൃമേശ എടുക്കാനെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അതിന് കർത്തൃമേശം കൊണ്ട് വരുമ്പോ എടുക്കാതെ കുനിഞ്ഞിരിക്കുക, അതെനിക്ക് നോക്കത്തില്ല, കർത്തൃമേശയുടെ സമയമാകുമ്പോൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുക. അങ്ങനെയൊക്കെയുള്ള ബിരുദന്മാരും അമ്മ സഹോദരിമാരും ഉണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ വിശ്വസ്തനാണെന്നുള്ളതിന്റെ തെളിവാണ് ദൈവസഭയ്ക്കകത്ത് തിരുവത്താഴ് ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ നീ ഇരുന്നത് സന്തോഷത്തോടെ, സമാധാനത്തോടെ. ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, പാപത്തിന്റെ, ശാപത്തിന്റെ, അന്ധകാരത്തിന്റെ അതിൽ നിന്നെ സ്വതന്ത്രനാക്കിയ ആ ശുശ്രൂഷയുടെ ഭാഗം നീ സന്തോഷത്തോടെ എടുക്കണം. നിങ്ങൾ എപ്പോഴും നിങ്ങളതിനെ ശോധന ചെയ്യണം. എൻ്റെ ഏരിയ ഞാൻ ആ ഭാഗം പറഞ്ഞ് നിങ്ങളൊന്ന് ശോധന ചെയ്യാൻ വേണ്ടിയിട്ട്, അതന്നെ ആ ഭാഗം നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം. എൻ്റെ ഏരിയ നാം ക്രിസ്തു എന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഫ്രൈസറോ, ഇപ്പൊ ക്രിസ്തു എന്ന ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ മോശയെ പോലെ വിശ്വസ്തനായിരിക്കണം. മോശ ദൈവഭവനത്തിൽ ഒരു ദാസനായി നിന്നുകൊണ്ട് സകലത്തിലും വിശ്വസ്തത കാത്ത് പുലർത്തിയതുപോലെ അല്ലേ നിങ്ങളും ദൈവഭവനത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ മുഴുവൻ ദൈവഭവനത്തിന്റെ അംഗങ്ങളാ. പുതിയ നിയമം ഇസ്രായേല. അപ്പൊ നിങ്ങൾ മോശയെ പോലെ ആ ദൈവഭവനത്തിൽ ദൈവസഭയ്ക്കകത്തൊരു ദാസനെ പോലെ നിന്നുകൊണ്ട് നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ അവിശ്വസ്തതയെ നീക്കി കളയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് വരാൻ പോകുന്ന പ്രതികൂലങ്ങൾ എത്ര ഭയാനകമാണെന്ന് തിരിച്ചറിയണം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഉയർച്ച പ്രാപിക്കാത്തത്? എന്തുകൊണ്ടാണ് നന്മ കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു അഭിവൃദ്ധി ഇല്ലാത്തത്, സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്? എന്താണ് നിങ്ങളുടെ പരാജയം? നിങ്ങളുടെ ജീവിതത്തിന്റെ അവിശ്വസ്തതയാണ്. സഹോദരൻ സഹോദരനെ വഞ്ചിക്കുന്നു,
ആമേൻ സഹോദരൻ സഹോദരിമാരെ വഞ്ചിക്കുന്നു. വീട്ടിലെ നന്മകൾ ആമേൻ സമ്പത്തുകൾ അപഹരിച്ചെടുക്കും വഞ്ചനയിലൂടെ. ഹല്ലേലൂയ. ഏശാവിന്റെ അനുഗ്രഹങ്ങളൊക്കെ യാക്കോബ് പിടിച്ചു വാങ്ങിയത് എന്ന് പറഞ്ഞ പോലെ, ഹല്ലേലൂയ, അപ്പന്റെ അനുഗ്രഹവും തട്ടിയെടുത്തതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ സകലരും അങ്ങനെ കേട്ടോ. വഞ്ചനയും ചതിവും കൊണ്ട് നിറയപ്പെട്ട ഈ ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവ് പറയുക, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് മോശ വിശ്വസ്തനായിരുന്നു, അതിസൗമ്യനായിരുന്നു, ദൈവവുമായി അഭിമുഖമായി സംസാരിച്ചവനാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ സന്ദർശനം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഹല്ലേലൂയ മോശയ്ക്ക് കിട്ടിയതെന്ന് പറയുന്നേ. മോശ ഒരിക്കലും ഹോരേബ് പർവ്വതത്തിൽ വെച്ച് കത്തുന്ന മുൾപ്പറപ്പിനകത്തുനിന്നും ദൈവശബ്ദം കേൾക്കുമെന്ന ഒരു ചിന്താഗതി മോശയ്ക്കില്ലായിരുന്നു. തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ, ഇത്രോവിന്റെ ആടുകളെ വേയിച്ചുകൊണ്ട് അങ്ങ് പോകുക. അങ്ങനെ ആ പോക്ക് ഹല്ലേലൂയ ആ ഹോരേബ് പർവ്വതത്തിലേക്ക് മോശയെ നടത്തിയത് യഹോവയായ ദൈവമാണ്. പക്ഷെ മോശ അത് അറിയുന്നില്ലെന്നുള്ളതാണ്. അങ്ങനെ ഹോരേബ് പർവ്വതത്തോളം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യഹോവയായ ദൈവം അവന് പ്രത്യക്ഷമാകാൻ ഒരുങ്ങുന്നത്. അവിടെയാണ് മോശയ്ക്ക് യഹോവയായ ദൈവം പ്രത്യക്ഷമാകുന്നതും കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നൊരു ശബ്ദം. ഹല്ലേലൂയ. അത് നിങ്ങളും ആ അനുഭവമായിരിക്കണം. മോശ എത്ര സൂക്ഷ്മതയോടെയാണ് ദൈവം ഹോരേബ് വരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു സന്ദർശനമായിരുന്നു. രാജകൊട്ടാരത്തിൽ വളർന്നതിന് ശേഷം 40 സൽവത്സരം ആടുകളെ മേയ്ക്കുക എത്ര വേദനാജനകവും പരിതാപകരവുമായ കാര്യമായിരുന്നു. ഹല്ലേലൂയ. മോശയുടെ 40 വർഷം കൊട്ടാരത്തിലായിരുന്നു. ഫറവോന്റെ പുത്രിയുടെ ആമേൻ വലിയ ആശ്വാസത്തിലായിരുന്നു. കൂടാതെ മോശയുടെ അമ്മയും മോശയുടെ പെങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു നല്ല സന്തോഷകരമായ ജീവിതം കൊട്ടാരത്തിനകത്ത് ലഭിച്ച ആ സാഹചര്യത്തിൽ നിന്നാണ് മോശ കൊട്ടാരം വിട്ടു പോകേണ്ടി വന്നത്. കൊട്ടാരം വിട്ടുപോയി അല്ലെങ്കിൽ മിദ്യാന് വരുമ്പോൾ ഇത്രോവിന്റെ ആടുകളെ മേയിക്കുന്ന സമയത്ത് മോശയുടെ ജീവിതത്തിൽ എത്ര സങ്കടവും എത്ര ദുഃഖവും പരിതാപകരമായ അനുഭവം കടന്നു വന്ന് കാണും. മോശ ചിന്തിച്ചു കാണും, ഫറവോന്റെ കൊട്ടാരത്തിൽ എന്ത് സന്തോഷമായിരുന്നു, എന്ത് അവൻ സുഖകരമായ ജീവിതമായിരുന്നു. അവിടെ നിന്ന് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആടുകളെയും കൊണ്ട് നടക്കേണ്ടി വന്നെന്നൊക്കെ ഒരുപക്ഷെ മോശ ചിന്തിച്ചു കാണും കേട്ടോ. ലേരി, ഞാനത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നു, യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. ഈ ലോകത്തിന്റെ സുഖലോലുപമായ ജീവിതത്തിനകത്ത് നിങ്ങൾ മുഴുകി ജീവിക്കുന്നവനായിരുന്നു. മോശ കൊട്ടാരത്തിൽ വളർന്ന പോലെ ഈ ലോകത്തിന്റെ പാപസുഖത്തിൽ നിങ്ങൾ വീണവനും അതിൽ ജീവിച്ചവനുമാണ്. ഹല്ലേലൂയ. മോശ കൊട്ടാരം വിട്ട് പുറത്തു വന്ന് ആടുകളെ മേയ്ക്ക് തുടങ്ങിയപ്പോൾ മോശയുടെ ജീവിതത്തിൽ ഒരുപാട് വേദനാജനവും പരിതാപകരമായ അനുഭവത്തിലൂടെ മോശ കടന്നുപോയാലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ചില ഒറ്റപ്പെടലുകളും ചില വേദനകളും ചില ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അപ്പൊ ഈ കൊട്ടാരം വിട്ട് മരുഭൂമിയിൽ വന്ന ആടുകളെ മേയിക്കുന്ന മോശയുടെ ജീവിതത്തിൽ വേദനാജനകമായ അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മോശയെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ആ മോശയ്ക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ ലോകത്തിന്റെ സുഖങ്ങളെ ഈ ലോകത്തിന്റെ സന്തോഷത്തൊക്കെ വിട്ടിട്ട് നീ ദൈവത്തിലേക്ക് വന്ന് ചില വേദനാജനകമായ പരിതാപകരമായ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മോശയ്ക്ക് അപ്രത്യക്ഷമായി ദൈവം നിനക്ക് പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഒരു ഹോരേബിന്റെ അനുഭവം മോശയ്ക്ക് ദൈവം വെച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്കൊരു ഹോരേബിന്റെ അനുഭവം ദൈവം തരുന്നുണ്ട്. ഹല്ലേലൂയ. കത്തുന്ന ഉൾപ്പടർപ്പിൽ നിന്ന് ദൈവശബ്ദം മോശ കേട്ടതുപോലെ ഈ ദിവസങ്ങളിൽ നീയും ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ്. നീ നീർന്ന ഭാരപ്പെടുന്ന സങ്കടപ്പെടുന്ന കണ്ണുനീർ തൂക്കുന്ന ചില വിഷയങ്ങളുടെ നടുവില് ദൈവം നിന്നോട് അഭിമുഖമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. മോശയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചതുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് ചിലരോടൊക്കെ പറയുന്ന ശക്തമായ ദൂത് നിന്നോട് ദൈവം അഭിമുഖമായിട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം കേട്ടോ. രക്തം ചെയ്യാം.
അപ്പൊ മോശയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ചില ഔദ്യോഗികമായ പദവികളൊക്കെയാണ് ദൈവം കൊടുത്തത്. ഈശ്വരോ പുറത്തേക്ക് കൊട്ടാരം വിട്ട് പുറത്തു വന്നവൻ ആടുകളെ മേയിക്കുന്നു. ഒരു ദിവസം 2 ദിവസമല്ല, 40 വർഷം. അത് കഴിഞ്ഞ് വീണ്ടും ദൈവം അവനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മോശയ്ക്ക് കിട്ടുന്ന ചില ഔദ്യോഗിക പദവികളായി. ഇസ്രായേലിന്റെ നായകനായി, അല്ലെങ്കിൽ താൻ എവിടെ ജീവിച്ചോ വളർന്നോ ഏത് കൊട്ടാരത്തിൽ, അതേ കൊട്ടാരത്തിലേക്ക് ദൈവം പറഞ്ഞുവിട്ട് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ, ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ നല്ലൊരു ലീഡർഷിപ്പ് മോശയ്ക്ക് ദൈവം കൊടുത്ത് മോശയെ ദൈവത്തിന്റെ വായോടുകൂടെ ദൈവം ഉപയോഗിച്ചത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേ സ്നേഹിത, ദൈവം നിന്നെ അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ വായ നിങ്ങളുടെ വായോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്നെ ദൈവം ശക്തമായി നിന്നിൽ മാനിച്ചുയർത്താൻ ആഗ്രഹിക്കുക. മോശയെ ഇസ്രായേലിന്റെ നായകനായി, ഒരു നല്ല ലീഡറായി, ആമീൻ, കർത്തവ്യങ്ങൾ, ചുമതലകൾ, ദൗത്യങ്ങൾ കൊടുത്ത് മോശയെ മാനിച്ച ദൈവം, ആമീൻ, മോശയെ കാര്യത്തിനകത്തൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ, സൗമ്യനായിരുന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങളെ ദൈവം ചില പൊസിഷനുകൾ നൽകി, ചില സ്ഥാനമാനങ്ങൾ നൽകി, ആമീൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയത്തിൽ നിങ്ങളെ കൈവിട്ട് ഉയർത്തി നിങ്ങളെ ചില അനുഭവത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങളെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വിശ്വസ്തനായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. എല്ലാവർക്കും വിശ്വസ്തനായിരിക്കാൻ കഴിയത്തില്ല. വിശുദ്ധ സത്യവേദപുസ്തകം എല്ലാവരും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടും വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ആമിലലിയ കർത്തൃശുശ്രൂഷയിലൊക്കെ നിന്നതുകൊണ്ടോ, ദൈവവചനം ശക്തമായിട്ട് പ്രസംഗിച്ചതുകൊണ്ടോ, ദൈവവചനം എല്ലാം കാണാതെ പഠിച്ചു വെച്ചതുകൊണ്ടോ അല്ലേലിയ ഒന്നും നമുക്ക് വിശ്വസ്തനായിരിക്കാൻ പറ്റത്തില്ല. അല്ലേലിയ ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ വിശ്വസ്തനാണെന്നാ, ബൈബിൾ പ്രസംഗിച്ച വിശ്വസ്തനാണെന്നാ. അല്ലേലിയ നല്ല അല്ലെ തൂവെള്ള വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് വസ്ത്രമിട്ട് വന്നാൽ വിശ്വസ്തനാണെന്നാ ചിലരൊക്കെ ചിന്തിക്കുന്നേ. അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മള് പുറമേ മറ്റുള്ള മുമ്പിൽ വിശ്വസ്തനായി തീരാൻ ശ്രമിച്ചാൽ അതൊരിക്കലും അത് ശരിയാകില്ല. അല്ലേലിയ വിശ്വസ്തനായിരിക്കണമെങ്കിൽ മോശ ദൈവമായിട്ട് അഭിമുഖമായി സംസാരിച്ചതുപോലെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. അല്ലേലി ദൈവശബ്ദം കേൾക്കുന്നവന്, ദൈവമായിട്ട് അഭിമുഖമായി സംസാരിച്ചവൻ, യേശുക്രിസ്തുവുമായുള്ള വലിയ സാന്നിധ്യമുള്ളവന് മാത്രമേ ഹല്ലേലൂയ നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം മോശയോട് ദൈവം ഹോരേബ് പർവ്വതത്തിൽ വെച്ച് അഭിമുഖമായി സംസാരിച്ചെങ്കിൽ ആമി പുതിയ നിയമസഭയോട്, ഇസ്രായേലിനോട്, ഹല്ലേലൂയ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശേഷമായി 50-ാം ദിവസം ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2 അവിടെ കൂടിയിരുന്ന 120 പേര് ആത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിച്ചു നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മോശയോട് ദൈവം ഹോരേബ് പർവ്വതത്തിൽ വെച്ച് അഭിമുഖമായി സംസാരിച്ചെങ്കിൽ മാളിക മുറിയിൽ വെച്ച് കൂടിയിരുന്ന 120 ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ ദൈവമായിട്ട് സംസാരിക്കുക. ഹല്ലേലൂയ. 120 പേരെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൽ ദൈവമായിട്ട് അഭിമുഖം സംസാരിക്കുക. അവർ ദൈവത്തിന്റെ ദൈവരാജ്യത്തെ ദൈവികമായ മർമ്മങ്ങളെ സംസാരിക്കുക. അല്ലേ? നിങ്ങൾ 1 ലേഖനം 11-14 അധ്യായം വായിക്കണം കേട്ടോ. അപ്പൊ മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചതുപോലെ പുതിയ നിയമസഭയിൽ, പുതിയ നിയമ വിശുദ്ധന്മാർക്ക്, ആദിമസഭയിൽ അപ്പോസ്തലന്മാർക്ക് ദൈവമായിട്ട് അഭിമുഖമായി സംസാരിപ്പാൻ, ദൈവിക മർമ്മങ്ങളെ സംസാരിപ്പാൻ ദൈവം കൊടുത്തതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് 120 പേരും ആദിമസഭ അവരെല്ലാം വിശ്വസ്തരായിരുന്നു. കാരണം അവരുടെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട അഭിഷേകവും അവർ ദൈവഭവനത്തിൽ വിശ്വസ്തരായിരുന്നവരുമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവശബ്ദം കേട്ടവരും, യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടവരും, ദൈവമായിട്ട് സംസാരിക്കുന്നവരും വിശ്വസ്തന്മാരായിരിക്കും. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞതുകൊണ്ടോ മേലടി അവർക്ക് ഒന്നും വിശ്വസ്തനായിരിക്കത്തില്ല.
അവിശ്വസ്തന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ. ദൈവസഭയ്ക്കകത്ത് നോക്കി ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ബൈബിൾ പിടിച്ച് നടക്കുന്നവരൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്ന അവിശ്വസ്തരായി മാറുന്നു. എന്തുകൊണ്ട്? അവർ ദൈവശബ്ദം കേട്ടത് മറന്നുപോയി. ദൈവശബ്ദം അവരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയി. അല്ലേലിയ. മോശ ദൈവം ഹോരേബ് പർവ്വതത്തിൽ വെച്ച് കേട്ട ദൈവശബ്ദം, ദൈവമായിട്ട് അഭിമുഖമായി സംസാരിച്ച ആ സാഹചര്യം മറന്നില്ല. മോശയുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം മോശ അതിനെ കാത്തു സൂക്ഷിച്ചു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവവുമായി അഭിമുഖമായി സംസാരിച്ച പരിശുദ്ധന്മാരിൽ സംസാരിച്ച അന്നത്തെ അപ്പോസ്തലന്മാർ, ആദിമസഭ അതിൽ വിശ്വസ്തരായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന തലമുറയൊക്കെ ഹല്ലേലൂയ അവര് ആരാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തതയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് നഷ്ടപ്പെട്ടു പോയത് വിശ്വസ്തതയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വസ്ത ആരോട് ചോദിച്ച വായെടുത്ത നുണ മാത്രമേ പറയുള്ളൂ. ഹല്ലേലൂയ. കത്രപേശയൊക്കെ എടുത്ത് തിരുവത്താഴൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നുണ പറയും. ഹല്ലേലൂയ. ഈ നുണയും അല്ലെങ്കിൽ ഏഷണിയും ഒക്കെ കുശുകുശുപ്പായിട്ടൊക്കെ നടക്കുന്നത് അത് നിങ്ങളിൽ കൊണ്ടൊരു സാത്താനാ, പിശാച. അത് മുഖാന്തരം നിങ്ങളുടെ ഉള്ളിൽ വിശ്വസ്തത നഷ്ടപ്പെടും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതം മുഴുവൻ വിശ്വസ്തതയായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനമായി വായിച്ചുകൊണ്ട് മോശ ഹല്ലേലൂയ കൊട്ടാരം വിട്ട് പോകുന്ന വേദനാജനവും പരിതാപകരമായ കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് കരുതി മോശ തളർന്നു പോകാതെ ഇരിക്കുവാൻ. കൊട്ടാരം വിട്ട് പോകുന്നതാണല്ലോ, സുഖലോലുപ ജീവിതം വിട്ട് പോകുന്നതാണല്ലോ എന്ന് ഓർത്ത് മോശ തളരാതിരിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ പാരമ്പര്യമൊക്കെ വിട്ട് പൗരോഹിത്യമൊക്കെ വിട്ടിട്ട് കഴിഞ്ഞ കാല ജീവിത സുഖങ്ങളൊക്കെ വിട്ട് യേശുക്രിസ്തുവിലേക്ക് വന്നിട്ട് നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അലി യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷമായത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് പരിശുദ്ധന്മാരെ തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ മോശയ്ക്ക് പെട്ടെന്ന് ദൈവവിളി ഉണ്ടായി. അഗ്നിയുടെ നടുവിൽ നിന്ന് കർത്താവ് മോശയെ സന്ദർശിപ്പാൻ പ്രസാദമായി. ഹല്ലേലൂയ. തന്റെ 40 വർഷത്തെ ആടുമേയ്ക്കലിന്റെ നടുവിൽ മോശയ്ക്ക് ദൈവ നിയോഗം കൊടുക്കുവാൻ, ദൈവം അവരോട് സംസാരിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. പുതിയ നിയമസഭയോട് ദൈവം സംസാരിപ്പാൻ പ്രസാദമായപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഇന്ന് നിങ്ങളെ സന്ദർശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ? യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോബിനെ സന്ദർശിച്ച് ഇസ്രായേലിലേക്ക് മാറ്റിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ ശ്രേഷ്ഠതകളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചു. ഉൽപ്പത്തി ദിവസം 32-22 വായിച്ചു. യാബോക്ക് നദിക്കരയിൽ വെച്ച് സ്തോത്രം ചതിയനും വഞ്ചനും പായി തള്ളിയിടുന്നവനൊക്കെ ആയിരുന്ന യാക്കോബിനെ ദൈവം ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തിലേക്ക് യാക്കോബ് വന്നു എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളിൽ ദൈവം പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനേറെ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ ചെന്ന് ദൈവത്തെ അറിയുന്ന, ദൈവവചനം പഠിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന എല്ലാവരെയും പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് കൊന്നുപിടിച്ചു കളയുവാൻ പുറപ്പെട്ടവരായിരിക്കുന്ന ശൗല്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9 വായിച്ചേക്കാണ്. ദമസ്കോസ് പടിക്കൽ വെച്ച് ശൗലിനെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ സന്ദർശനത്തോടുകൂടി ശൗൽ മാനസാന്തരപ്പെട്ടു പിന്നത്തേതിൽ ശൗൽ എന്ന് പറയുന്ന വ്യക്തി പൗലോസായി മാറി. ഹല്ലേലൂയ. അതെ, അവൻ പൗലോസായി മാറിക്കഴിഞ്ഞപ്പം ക്രിസ്തുവിന്റെ വായോടുകൂടെ പൗലോസും നടന്നു. പൗലോസിന്റെ വായോടുകൂടെ ക്രിസ്തു ഇരുന്നു. പിന്നത്തേതിൽ പൗലോസിലൂടെ ദൈവവചനത്തിൽ വലിയ ദൈവം നിറച്ച് വചനത്തിലൂടെ ദൈവസഭയുടെ മർമ്മങ്ങളെ പൗലോസിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. പൗലോസിന്റെ ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായിരുന്നു. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നെ യേശു തന്നെ നിയമിച്ചാക്കിയവന് സകലത്തിലും വിശ്വസ്തനായിരുന്നു. അതേപോലെ തന്നെ യാക്കോബിനെ ഉയർത്തിയധികം മോശയെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മയും തെരഞ്ഞെടുക്കുന്നു. നിങ്ങൾ സകലത്തിലും വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ മാറ്റങ്ങൾ വേണമെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ ഉയർച്ച വേണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി കാണണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസ്തനായി മാറണം. ഹല്ലേലൂയ. എവിടെ തൊട്ടാ വിശ്വസ്തനായി? നിങ്ങളുടെ കുടുംബത്തിനകത്ത് തൊട്ട് നിങ്ങൾ വിശ്വസ്തനായി എല്ലാ മേഖലയിലും വിശ്വസ്തത നിങ്ങളിൽ നിറയപ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു അവിശ്വസ്തനായി ജീവിക്കുന്നവൻ ഒരിക്കലും വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും വിശ്വസ്തനായിരിക്കുന്ന വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സകലത്തെ നിങ്ങൾ നീക്കിക്കളഞ്ഞ് വെടിപ്പാക്കി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഹല്ലേലൂയ എന്ന് പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നാണ് ഈ എബ്രായ ലേഖനം 12:14 വായിച്ചാൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ അവർ കാണുമെന്നാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. നമുക്ക് ഈ ദൈവമായിട്ട് അഭിമുഖമായിട്ട് സംഭാഷിക്കണമെങ്കിൽ, ദൈവശബ്ദം കേട്ട് വിശ്വസ്തനായി ജീവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നാം ദൈവത്തോട് ചേർന്നിരിക്കണം. വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളയരുത്. വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സാത്താൻ നിന്നിൽ പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, കർത്താവ് നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ യോഗ്യന്മാരാക്കി കഴിയുമ്പോൾ, കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ, നിങ്ങളിൽ കൃപകളും കൃപാവരങ്ങളും താരത്തുകളും ഒക്കെ പകരുമ്പോൾ, ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഒക്കെ നൽകി നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന് ചില പൊസിഷനിലൊക്കെ തന്ന്, നിങ്ങളെ ചില സ്ഥാനമാനങ്ങളൊക്കെ തന്ന്, ചില സാഹചര്യങ്ങളെ ഉറപ്പിച്ചിരുത്തുമ്പോൾ അവിടെ നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. അല്ലെങ്കിൽ കൈയിട്ട് വാരരുത് കേട്ടോ. അല്ലേ, ഇന്നത്തെ വിശ്വസ്തന്മാരെല്ലാം കൈയിട്ട് വാരി കേരളത്തിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് സകല ഊടായ്പം കാണിച്ചിട്ട് വിദേശികളെല്ലാം പറ്റിച്ച് ഒരുപാട് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വിശ്വസ്തന്മാര് ചമഞ്ഞിരിക്കുന്നുണ്ട്. അവരൊന്നും ദൈവരാജ്യത്തിൽ പോകത്തില്ല കേട്ടോ. അവരൊന്നും നാട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് കളവ് പറഞ്ഞ് പണം ഉണ്ടാക്കി ഇവിടെ വന്ന് വിശ്വസ്തതയുടെ വേഷം ധരിച്ച് വേഷഭൂഷാദികൾ അണിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ഭക്തിയുടെ വേഷം കെട്ടിയവരുണ്ട്. അവരൊക്കെ മാനസാന്തരപ്പെടണം, ദൈവരാജ്യത്തിൽ പോകണ്ടേ. മോശ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, 40 വർഷം മോശയ്ക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷ, ആ 40 വർഷം മോശ വിശ്വസ്തനാണ്. അഴിമതിയുടെ കഥകൾ മോശയെ കുറിച്ച് പറയാനില്ല. അഴിമതിയുടെ കഥകളും ദൈവ്യാഗ്രഹത്തിന്റെ കഥകളും ഒന്നും, വാണിഭത്തിന്റെ കഥകളൊന്നും മോശയെ കുറിച്ച് സംസാരിക്കാനില്ല. മോശ എല്ലായിടത്തും വിശ്വസനാണ്. എന്നാൽ ഇന്നത്തെ ഭക്തന്മാരിലേക്ക് അഴിമതിയുടെയും കൈക്കൂലിയുടെയും വാണിഭത്തിന്റെയും അവിശ്വസ്തതയുടെയും കഥകൾ കൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ദൈവഭക്തരെ, നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കണം, നിങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കണം, നിങ്ങളുടെ മനസ്സിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് നിങ്ങൾ വിശ്വസ്തനായി മാറണം. ദാവീദ് പറഞ്ഞു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ കുറഞ്ഞിരിക്കുന്നു. നിലവിളി ഉയരട്ടെ, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, രക്തം ചെയ്യണം. അപ്പൊ കർത്താവ് നിങ്ങളെ പേര് പറഞ്ഞ് വിളിക്കണമെങ്കിൽ മോശയെ പോലെ ദൈവത്തോട് അടുത്ത് ചേരണം. കർത്താവ് നിങ്ങളെ പേര് പറഞ്ഞ് വിളിക്കണമെങ്കിൽ നിങ്ങൾ മോശയെ പോലെ അബ്രഹാമിനെ പോലെ അടുത്ത് ചേർന്നിരിക്കണം. അഗ്നിയെ നോക്കി കടന്നു വരണം. അല്ലെങ്കിൽ മോശ അഗ്നിയെ നോക്കി കടന്നു വന്ന പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട് വരണം. അപ്പോൾ അവൻ നിങ്ങളെ വിളിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും. കർത്താവ് മോശയെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളകായെന്നായിരുന്നു. ചെരിപ്പ് എന്നത് പഴയ അനുഭവങ്ങളെ കുറിക്കുക. അല്ലെങ്കിൽ സ്വന്തം മൃദു ശരീരത്തെയോ അല്ലെങ്കിൽ തോലിനെയോ തൊടുന്നവൻ അശുദ്ധനാകുന്നു എന്ന് നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക്, പാപവും അശുദ്ധമായ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നീ വിടിവിക്കപ്പെട്ട് നിന്റെ മനസ്സിനെ, ഹൃദയത്തെ, ശരീരത്തെ, ജീവിതത്തെ, നാക്കിനെയും കണ്ണിനെയും ചെവിയെയും മൂക്കിനെയും നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നീ അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ നീ വിശ്വസ്തനായിട്ട് മടങ്ങി വരണം.
ലേവിയ വിശ്വസ്തനായിട്ട് മടങ്ങി വരുമ്പോൾ കർത്താവിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കാൻ കഴിയും. അല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം 24 തൊട്ട് 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അല്ലേ, നിങ്ങളേത് തെരഞ്ഞെടുത്തു? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മോശ വിശ്വാസത്താൽ അല്ലെങ്കിൽ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കും തെരഞ്ഞെടുത്തു. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോ? ഇന്ന് പകൽ ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യമാണ്. മോശ ദൈവവചനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അതെ, നിങ്ങൾ മോശയെ പോലെ വിശ്വസ്തനായി, സൗമ്യനായി, ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുന്നവനായി, അബ്രഹാമിനെ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന, മോശയെ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ആ ദൈവശബ്ദം കേൾക്കണം കേട്ടോ. ദൈവശബ്ദം കേട്ട് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ നിങ്ങൾ പണിതുയർത്തണം. യേശു വരാൻ സമയമായി, കാഹളം ധ്വനിക്കുന്ന സമയമായി. ഇവിടെ ആത്മാവ് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, കാഹളം കേൾക്കണമെങ്കിൽ നാം വിശ്വസ്തരായിരിക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവിശ്വസത വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിനക്ക് വിശ്വസ്തയിലേക്ക് വരാൻ സമയമുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം പ്രയോഗമാവി. എന്റെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വസത വന്നിട്ടുണ്ട്. എപ്പോഴും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കാൻ കഴിയാത്ത അനേക സാഹചര്യം വന്നിട്ടുണ്ട്. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മോശയെ പോലെ ദൈവത്തിന്റെ ദാസനായി വിശ്വസ്തനായി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇനി വന്നവ അവിശ്വസത നീക്കി എനിക്ക് വിശുദ്ധിയുടെ, വിശ്വാസത്തിന്റെ, അവിശ്വസ്ത അനുഭവത്തിൽ നൽകണമേ. അതിനായി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നത് രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല, ഗോത്രവിഭാഗങ്ങളെ, കർത്താവിന്റെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. 800 കോടിയുടെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ BSF അതിർത്തികൾ കാക്കുന്നവർ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, കർത്താവേ, ഹല്ലേലൂയ. എല്ലാ ക്രമസമാധാന പാലകരെ, എല്ലാ രഹസ്യാന്വേഷണ പോലീസിന്റെ ജുഡീഷ്യറിയുടെ വിവിധ ഭാഗങ്ങൾ, കരയിലും കടലും ആകാശമാർഗം വാഹനോടി യാത്ര ചെയ്യുന്ന, വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾ, സമുദ്ര മത്സ്യബന്ധന കടന്നു പോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആളുകളും കനികളും കമ്പനികൾക്ക് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും, എല്ലാ കമ്പനി ഉടമകളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും, ദർശന മേഖല, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സഹകരണ പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലയിലായിരിക്കുന്നവർക്കായി ഞങ്ങളുടെ മത, സാമൂഹ്യ, സംസ്കാര, സംഘടന, നേതൃത്വ, ചരിത്രമാധ്യ, പീഡിതങ്ങൾ, ഭരണപ്രതിപക്ഷ പാർട്ടികളെ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും ദശന, യാതൊരു ഓർഫനേജ്, ഓട്ടേജ് തലമുറയിലായിരിക്കുന്നവർ, ഗ്രാമീണ കേരളത്തിൽ, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയി പഠിക്കുന്നവർ, സ്ഥിരതാമസമാക്കിയിരിക്കുന്നവരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പരസ്പരക്രിപനാഥ അടിപ്പെട്ട് കിടക്കുന്നവർ, പാപത്തിൽ വീടുകളുണ്ട്, അവിശ്വസ്തരായിരിക്കുന്നവർ, കർത്താവിച്ചനൊക്കെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് മോശ ദൈവത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ, ക്രിസ്തു തന്നെ നിയമിച്ചാക്കിയ വിശ്വസ്തനായിരുന്ന പോലെ തന്നെ ഈ ജനം വിശ്വസത്തെ കാത്തു പരിപാലിച്ചുകൊണ്ട് കർത്താവായ യേശുവിന്റെ മധ്യാകാശ വരവിനായി നിൽപ്പാൻ കൃപ കൊടുക്കണമേ. സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കുന്നവർ, വേദനയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ, നല്ലൊരുയ്യ ആമൻ ജയിലിൽ കിടക്കുന്നവർക്കെല്ലാം വിടുതലും മോചനം കൊടുക്കണമേ. സുവിശേഷ വിരോധികൾ, തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ ദൈവം സന്ദർശിക്കുവാൻ, അവർ മാനസാന്തരപ്പെട്ട അവിശ്വസത നീക്കിക്കളഞ്ഞിട്ട് വിശ്വസതയിലേക്ക് മടങ്ങി വരുവാൻ, ചിന്ന ഭിന്നമായി കിടന്ന കുടുംബത്തിനകത്തെ വിശ്വസത നഷ്ടപ്പെട്ട് ഭാര്യഭർത്താക്കന്മാർ തമ്മിലും മക്കളും മാതാപിതാക്കളും സഹോദരന്മാർ തമ്മിൽ, സൗര്യന്മാർ തമ്മിലുള്ള അവിശ്വസതയെ നീക്കിക്കളഞ്ഞിട്ട് അധികാരികളും കർത്താവ് ജനങ്ങളുമായുള്ള എല്ലാ അവിശ്വസതകളും എല്ലാവരും വിശ്വാസത്തിൽ കടന്നു. അഴിമതി, കൈക്കൂലിയും, കരിഞ്ഞതിയും, പൂഴ്ത്തിയും, പിടിച്ചുപറിയും, മോഷണവും, കൊള്ളയും, ബലാത്സംഗങ്ങളും, പീഡനങ്ങളും, കർത്താവ് എല്ലാം അന്ധകാരത്തിൽ ജനം പിടിപ്പിക്കപ്പെട്ട് വിശ്വസ്തയിലേക്ക് മടങ്ങി വരുവാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ പാപങ്ങളെ നീക്കി ശുദ്ധീകരണം കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.